രാഹുൽ മാങ്കൂട്ടത്തിനെക്കുറിച്ച് പറയാൻ മന്ത്രി ഗണേഷ് കുമാറിന് ഒരു അധികാരവുമില്ല. കാരണം ഇതിൽ രാഹുൽ കാണിച്ചതിലും ഡബിളിന് ഡബിൾ കാണിച്ചിട്ടുള്ളതാണ് ഗണേഷ് കുമാർ. അപ്പോൾ അവന് അത് പറയാനുള്ള യോഗ്യത ഇല്ല സത്യത്തിൽ. പണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ മരിക്കുന്നിടം വരെയും ലൈംഗികതയുടെ പേരിൽ ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു ഈ പിണറായി സർക്കാർ. പുള്ളി മരിക്കുന്നിടം വരെയും സരിതയുടെ പേരിൽ ഓരോ പ്രശ്നങ്ങളും ഇതുപോലെ ലൈംഗികതയുടെ പേരിൽ പുള്ളിയെ ടോർച്ചർ ചെയ്ത് മരിക്കുന്നിടം വരെയും അത് തുടർന്നുകൊണ്ടിരുന്നതാണ്. അതുപോലെ രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെയിം തന്നെയാണ് ആ ലേഡീസും തെറ്റ് ചെയ്തിട്ടുള്ളത്. കാരണം ഭർത്താവിനെ സൈഡിലാക്കിയിട്ട് ഇവരോടൊക്കെ ചാറ്റ് ചെയ്ത് പോയി, അങ്ങനെ ഈ രീതി പോയിട്ടായിരിക്കും അവൾക്ക് ഇങ്ങനെ വന്നേ. അല്ലെങ്കിൽ വരുമായിരുന്നു, മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി വീട്ടിൽ ഇരിക്കുന്നവളാണെങ്കിൽ ഇങ്ങനെ വരുമായിരുന്നു? ഒരിക്കലും ഇങ്ങനെ വരത്തില്ലായിരുന്നു. അവൾ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചിട്ടായിരിക്കും. എന്നിട്ട് ഇറങ്ങിത്തിരിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്ന് പറഞ്ഞിട്ട് എന്തോ കാര്യമാണ്? ഒരാളെക്കുറിച്ച് പറയുന്നത് അന്ന് മെസ്സേജ് അയച്ച് അവൻ്റെ കൂടെ കിടന്ന് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പം വന്ന് ഞാൻ ശുദ്ധയാന്ന് പറഞ്ഞിട്ട് എന്തോ കാര്യമോ? ഒരു കാര്യവുമില്ല. അവളും തെറ്റാണ്, രണ്ടുപേരും തെറ്റുകൾ ചെയ്തതാണ്. അപ്പം ഒരാളെ മാത്രം പഴിച്ചിട്ട് ഒരു കാര്യവുമില്ല. നമ്മുടെ നാട് ഒരാളെ പഴിക്കുന്നു, പെണ്ണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആണിനെ വരത്തുള്ളൂ കുറ്റം. ഇതിത്ര വലിയ ഇതാക്കേണ്ട കാര്യവുമില്ല. മാധ്യമങ്ങളിൽ ഫുള്ള് ഇത് കാണിച്ച് ഇതാക്കിയിട്ട് കാര്യമില്ല. ശബരിമല വിഷയമുണ്ടല്ലോ, അതിനെക്കുറിച്ച് സംസാരിക്കുക ഫുള്ള്. കാരണം നമ്മുടെ ഒരു പൈതൃകത്തിൻ്റെ ഇതാവുന്നതാണ്. പൈതൃകത്തിനെ നശിപ്പിക്കുന്ന രീതിയിലാണ് ചെയ്തു കൂട്ടിയേക്കുന്നത് ഈ 10 വർഷത്തെ നമ്മുടെ ഒരു വിശ്വാസത്തെ തന്നെയാണ് ഇവർ തകർത്തേക്കുന്നത്. കാരണം ശബരിമല എന്ന സന്നിധാനത്ത് ഇത്രയും കവർച്ചകൾ നടത്തിയ ഈ സർക്കാരിൻ്റെ ഇതിൽ എന്ത് ന്യായമാണ് ഉള്ളത്? അതല്ലാതെ ലൈംഗികതയും മറ്റേതും മറിച്ചതും കാണിക്കാനല്ല. നമ്മുടെ വിശ്വാസത്തെയും തകർത്ത ഈ സർക്കാരിനെ എന്താണ് വിളിക്കേണ്ടത്? അപ്പോൾ ആദ്യം ശബരിമല പെണ്ണുങ്ങളെ കയറ്റി നമ്മുടെ വിശ്വാസത്തെ തകർത്തു. ഇപ്പം പിണറായി സർക്കാർ ഇപ്പം അയ്യപ്പൻ്റെ ആഭരണങ്ങളും ഫുള്ളും കവർച്ചകൾ ചെയ്യുന്നു. ഇതിനെതിരെയാണ് ജനങ്ങൾ ശക്തിയായി ആഞ്ഞടിക്കേണ്ടത്. അല്ലാതെ വല്ല ലൈംഗികതയും മറ്റേതുമല്ല. ഇതിനെതിരെ ആഞ്ഞടിക്കുക. നമ്മുടെ വിശ്വാസത്തെ തകർത്ത ഈ കേസിനെതിരെയാണ് നാം എല്ലാവരും പ്രതികരിക്കേണ്ടത്. അതുപോലെ പിണറായി സർക്കാരിനൊരിതുണ്ട്, കട്ടവനെ കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തനെ പിടിച്ചിടുന്നത് ഈ വിഷയത്തിൽ. അതല്ല വേണ്ടത്. ഏതവന്മാരൊക്കെ ഇതിലുണ്ടോ അവന്മാരെ എല്ലാം അറസ്റ്റ് ചെയ്യണം. അവന്മാരെ എല്ലാം അറസ്റ്റ് ചെയ്ത് ഇത് പെട്ടെന്ന് തന്നെ സർക്കാരിന് നടപടി വേണം.